ശ്രീ കോവൂർ കുഞ്ഞുമോൻ. സർ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സർ. അതിൻ്റെ ഭാഗമായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ധാരാളം ഏജൻസി നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് സർ. ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ഇത്തരം ഏജൻസികളുടെ സഹായത്തോടു കൂടി നൈപുണ്യ വികസന പദ്ധതികൾ ആരംഭിക്കുന്നത് ഗുണകരമാകും സാർ. ചോദ്യം വരുന്നതേ ഉള്ളൂ സാർ. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർക്കാർ നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ സാർ? ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? സാർ, സംസ്ഥാനത്തെ ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ നിലവിൽ 24 ന്യൂനപക്ഷ പരിശീലന കേന്ദ്രങ്ങളും 28 ഉപകേന്ദ്രങ്ങളുമാണ് ഉള്ളത് സർ. കഴിഞ്ഞ സർക്കാരിൻ്റെയും ഈ സർക്കാരിൻ്റെയും കാലയളവിൽ കണ്ണല്ലൂർ, കായംകുളം, മട്ടാഞ്ചേരി, പട്ടാമ്പി, വളാഞ്ചേരി, പേരാമ്പ്ര, ചൊക്ലി, ആലത്തിയൂർ എന്നിവിടങ്ങളിൽ 8 പുതിയ പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതോടെ 19 കേന്ദ്രങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് സർ. വിദേശ പരിശീലനം മാത്രമല്ല സർ, IAS, IPS തുടങ്ങിയ പരീക്ഷകൾക്ക് ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങളും നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു.